ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വൈശാഖും മൈഥിലിയും കൂടി കള്ളനോട്ടെല്ലാം കത്തിച്ചു കളയുകയാണ്. മൈഥിലി പറയുന്നുണ്ട് മീനാക്ഷി നമ്മളെ ചതിച്ചല്ലോ എന്നൊക്കെ. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് അവളുടെ മുത്തശ്ശിയുടെ പൈസ കൊണ്ട് ഞാൻ എന്റെ കാമുകിയോടൊപ്പം സുഖമായി ജീവിക്കണ്ടെന്ന് കരുതിയിട്ടാവും അവൾ ഇങ്ങനെ ചെയ്തത്. അവൾക്ക് ഉറപ്പായിട്ട് ഞാൻ പണി കൊടുത്തിരിക്കുമെന്നൊക്കെ പറയുന്നു. മൈഥിലി അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ കൊടുക്കാനാണ്, നമ്മൾ ഇവിടെയല്ല എന്നൊക്കെ ചോദിക്കുന്നു. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കൊടുത്തോളാം, ഉറപ്പായിട്ടും കൊടുക്കുമെന്ന് പറയുന്നു. വൈശാഖ് പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് മൈഥിലിയുടെ സ്വർണം വെക്കാം, വേറെ വഴിയില്ല, എങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷിയുടെ അടുത്തേക്ക് നന്ദിനി ചെല്ലുന്നു. നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് സാവിത്രിയുടെ കയ്യിൽ നിന്നും പറന്നു വീണ പൈസയാണ്, ഇത് നിന്റെ കയ്യിൽ തന്നെ തരികയാണെന്ന് പറയുന്നു. ചിലതൊക്കെ ദൈവത്തിന്റെ കളിയാണെന്നൊക്കെ പറയുന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മുത്തശ്ശനും കാണുന്നുണ്ടായിരുന്നു. മീനാക്ഷി പറയുന്നുണ്ട് അമ്മയുടെയും മോന്റെയും പെരുമാറ്റം കാണുമ്പോൾ ചില സമയത്ത് ദേഷ്യം വരുമെന്നൊക്കെ. നന്ദിനി അപ്പോൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഒരുപാടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനും കണ്ണീർ പുത്രിയാകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിഷ്ടമായില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കുമെന്നൊക്കെ പറയുന്നു. മീനാക്ഷി പറയുന്നുണ്ട് കാർത്തിക്കിന്റെ സ്വഭാവം എന്താണ് ഇത്ര കല്ല് പോലെ ആയതെന്നൊക്കെ. ആ സമയത്ത് കാർത്തിക് ആണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് വരുന്നുണ്ട്. കാർത്തിക് പറയുന്നുണ്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇവൾ എന്റെ മകളാണ്, എന്റെ മകളോട് എനിക്ക് സംസാരിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് പറയുന്നു. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഈ വീടിനകത്ത് വെച്ച് ഇവളോട് സംസാരിക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഈ വീടിന് പുറത്തെന്നൊക്കെ പറയുന്നു. നന്ദിനി അപ്പോൾ കാർത്തികിനോട് പറയുന്നുണ്ട് നീ ആണെങ്കിൽ എല്ലാ കുറ്റവും മീനാക്ഷിയുടെ തലയിൽ ചാർത്തണ്ട, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അത് മറ്റുള്ളവരുടെ തലയിലാക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ. സ്വന്തം കാര്യത്തിൽ മാത്രം അമ്മ ഇങ്ങനെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി അമ്മ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നു. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളോടൊരു കാര്യം പറയണം, ഈ വീട്ടിൽ ഞങ്ങൾ 5 പേരാണുള്ളത്, ഞങ്ങളിൽ ആരോടും മിണ്ടാൻ നിങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്നു. കാർത്തിക് നിങ്ങളെന്ന് വിളിച്ചത് നന്ദിനിക്ക് ഒരുപാട് സങ്കടമാകുന്നു. നന്ദിനി ചോദിക്കുന്നുണ്ട് നീ എന്നെ എന്താണ് വിളിച്ചത്, നീയാണ് എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത്, ആ നീ തന്നെ എന്നെ ഇങ്ങനെ വിളിച്ചല്ലോ എന്നൊക്കെ പറയുന്നു. എനിക്ക് നീയും മീനാക്ഷിയും ഒരുപോലെയാണ്, എന്റെ മകനും മകളുമാണ്, ഞാൻ എപ്പോഴും അങ്ങനെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. നന്ദിനി ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. വൈശാഖും മൈഥിലിയും ആണെങ്കിൽ കള്ളപ്പണം വെച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. മൈഥിലി പറയുന്നുണ്ട് മീനാക്ഷിയുടെ കൂട്ടുകാരികൾ കല്യാണ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവര് കൂടെ ചേർന്നായിരിക്കും ചതിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ പാവം കാർത്തികിനെ ചതിച്ചത് കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ പണി കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ വൈശാഖ് ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ ഇപ്പോഴും കാർത്തിക് ആണോന്ന്. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ വിട്, ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്നു. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ സ്വർണം കുറച്ച് വിൽക്കാമെന്നൊക്കെ. രണ്ടുപേരും കൂടി കടയിൽ ചെല്ലുന്നു സ്വർണം വിൽക്കാൻ വേണ്ടി. അവിടെ പോയിട്ട് സ്വർണം വിൽക്കണമെന്നൊക്കെ പറയുന്നു. സ്വർണം തൂക്കി നോക്കിയിട്ട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കടയുടെ മുതലാളിയാണെങ്കിൽ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് സ്റ്റാഫിനോട് പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും എന്റെ ഓഫീസിലേക്ക് വിളിക്കാനെന്ന്. സ്റ്റാഫ് പോയിട്ട് മൈഥിലിയോടും വൈശാഖിനോടും പറയുന്നുണ്ട് എന്റെ മുതലാളി വിളിക്കുന്നുവെന്ന്. ശേഷം കാർത്തികിന്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാവിത്രി അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ചെയ്യുക എന്നൊക്കെ ഓർക്കുന്നു. പെട്ടെന്ന് സാവിത്രിയുടെ അടുത്തേക്കാണെങ്കിൽ കാർത്തിക്കും വരുന്നുണ്ട്. കാർത്തിക് ചോദിക്കുന്നുണ്ട് കുഞ്ഞെന്താണ് ഇങ്ങനെ കരയുന്നതെന്ന്. സാവിത്രി അപ്പോൾ കള്ളം പറയുന്നുണ്ട് കുഞ്ഞിനെ കുളിപ്പിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്, മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെ നോക്കുന്നില്ല, കുളിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് അതിന് ഞാൻ നിന്നെ കുളിപ്പിച്ചിട്ടില്ലല്ലോ, നന്ദിനിയല്ലേ നിന്നെ കുളിപ്പിച്ചതെന്ന് പറയാണ്. സാവിത്രി ഇപ്പൊ തന്നെ മീനാക്ഷിയെ വിളിക്കാനെന്ന് പറയുന്നു, അലറി വിളിക്കാനെന്ന് പറയുന്നു. കാർത്തിക് ആണെങ്കിൽ മീനാക്ഷി എന്നും പറഞ്ഞു വിളിക്കുന്നുണ്ട്. കാർത്തിക് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് കുഞ്ഞിനെ കുളിപ്പിക്കാത്തതെന്ന്. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാൻ അറിയത്തില്ല, വേറെ എന്ത് പണി വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുന്നു. മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് ഈ കുഞ്ഞിനോട് കുറച്ച് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കുന്നു. കുഞ്ഞിനെ എടുത്തിട്ട് മീനാക്ഷി പറയുന്നുണ്ട് ഈ പാവക്കൂട്ടത്തിൽ നീ വന്നു പെട്ടല്ലോ എന്നൊക്കെ. മീനാക്ഷി കുഞ്ഞിനെ കൊണ്ട് പോയതിനു ശേഷം കാർത്തിക്കിനോട് സാവിത്രി പറയുന്നുണ്ട് അവൾ ഉദ്ദേശിച്ചത് നമ്മളെ തന്നെയാണെന്ന്. അവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് നല്ല 2 എണ്ണവും പൊട്ടിക്കണമെന്നൊക്കെ പറയുന്നു.
കാർത്തിക്കിന് അതോടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. കാർത്തിക് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നും പോകുന്നുണ്ട്, നിങ്ങൾ കാരണം കൂടിയാണ് എന്റെ ജീവിതം തകർന്നതെന്നൊക്കെ പറയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെന്നോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് പറയുന്നു. ആ സമയത്ത് സാവിത്രി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ കുറിച്ച് വിശ്വസിക്കുമോ, എന്നെ പുറത്താക്കിയനെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, നിനക്ക് ഞാൻ സൂചന തന്നിട്ടുള്ളതാണ്, നീ എന്നെ അപ്പൊ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു. കാർത്തിക്കിന് അപ്പോൾ മൈഥിലിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് വൈശാഖ് ആണെങ്കിൽ ചായ വാങ്ങി തന്നിട്ട് പ്രശ്നമുണ്ടാക്കിയ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. സാവിത്രി പറയുന്നുണ്ട്, നീ വലിയ ക്രിമിനൽ പോലീസ് അല്ലേ, എല്ലാവരുടെയും കള്ളത്തരമൊക്കെ നീ കണ്ടുപിടിക്കും, പക്ഷെ സ്വന്തം ഭാര്യയുടെ കാര്യം മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. കാർത്തിക് അപ്പോൾ വീണ്ടും സാവിത്രിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ അടുത്ത് നിന്നും നിങ്ങൾ ഇപ്പൊ തന്നെ പോകണമെന്ന് പറയുന്നു. സാവിത്രി അപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. സാവിത്രി പോയതിനു ശേഷം കാർത്തിക് അസ്വസ്ഥനായിട്ടിരിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്